ഉപജീവനത്തെക്കുറിച്ച് ബേജാറുണ്ടെങ്കിൽ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും 9 കാര്യങ്ങൾ അല്ല പറയണം. ഇതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇബാദത്താണ്. ആരാധനകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതത്തിന് എന്ത് തിരക്കുണ്ടെങ്കിലും യബ്ന ആദം തഫറഗ ലി ഇബാദത്തി, എന്റെ മനുഷ്യപുത്ര, നീ എന്നെ ആരാധിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്ക്. നീ നല്ല ആരാധന കൃത്യമായി നിർവഹിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ സമ്പന്നത നിറക്കും. നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിക്കും. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അനക്ക് പണി ഇഷ്ടം പോലെ ഉണ്ടാവും, അതിന്റെ പ്രശ്നമൊന്നും പരിഹരിക്കുന്നുണ്ടാവില്ല. അള്ളാഹ്ക്ക് ചെയ്യേണ്ടത് ചെയ്യാതെ ഓടിയുണ്ടാകുന്ന പ്രശ്നം തരും. പണി ഇഷ്ടം പോലെ ഉണ്ടാവും, ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല. പക്ഷേ ഒരു വർധനവും ജീവിതത്തിൽ ഉണ്ടാവില്ല. രണ്ടാമത് പറഞ്ഞ തഖ്വയാണ്. എന്തെങ്കിലുമൊക്കെ സ്വകാര്യ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയി പുറത്ത് കുറച്ച് സദക്കയും കൊടുത്ത് ഇടക്ക് പള്ളിക്ക് കയറി വെള്ളിയാഴ്ച പള്ളിക്ക് പോയി ആൾക്കാരൊക്കെ കണ്ട് പള്ളീൻ്റെ എത്തിയിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ സംഭാവനയും കൊടുത്ത് തൽക്കാലം അങ്ങനെ പോയാൽ എന്താ ഒരു ബർക്കത്ത് കിട്ടൂല. നാട്ടുകാരുടെ അംഗീകാരം ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ളിൽ തട്ടണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിന്നാൽ തക്കുവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ആവശ്യം വരുമ്പോൾ കാണാം പടച്ചോൻ എവിടുന്നോ നമ്മളെ ആവശ്യത്തിലേക്ക് കൊടുന്നിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത വഴിയെന്ന് കാണാൻ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്ന വഴികളാണ്. മൂന്നാമത്തെ പറഞ്ഞ തവക്കുലാണ്. ബേജാറാകാതൊക്കെ ഉള്ളത് എന്താണോ അത് നന്നായി പണിയെടുത്ത് അധ്വാനിച്ച് പണിക്ക് പോയിട്ട് എന്ത് ചെയ്യും? അതൊക്കെ പടച്ചോൻ അതിന് പരിഹാരം ഉണ്ടാക്കി. തവക്കുൽ ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, ശരിക്കും ചെയ്യാനുള്ള പണി ചെയ്തിട്ട് പടച്ചോൻ ആ പ്രശ്നം വരുമ്പോൾ പരിഹരിച്ചോളൂ എന്നാണ് വിചാരിച്ചാൽ ലറസക്കും കമാ യുർസഖു ത്വയ്ർ, അല്ലേ? ശരിക്കും എന്ത് ചെയ്തേ? പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണ മാതിരി കൊടുക്കും. പക്ഷികൾ എവിടെയും കൃഷി ഇറക്കണില്ലല്ലോ. പക്ഷികൾ എവിടെയും സുഹൃത്തുക്കളെ അവർക്ക് വയലുകളോ കൊയ്ത്തുകളോ ഗവൺമെന്റ് ഉദ്യോഗങ്ങളോ ഒന്നുമില്ല. ഷഹരൻ പട്ടിണി കിടന്ന് ചത്തുപോകുന്നില്ല. എന്തുകൊണ്ടാച്ചാൽ അത് അള്ള കൊടുക്കും. അതേപോലെ തരുന്നതാണ്. തവക്കുലാക്കുന്ന ആളുകൾക്ക് അതേപോലെ കൊടുത്തുകൊണ്ടിരിക്കും. നാലാമത്തെ കാര്യം പറഞ്ഞ കിട്ടീന് നന്ദിയാണ്. കിട്ടാത്തിനെ പറ്റി ആലോചിച്ചിരിക്കല്ലേ. കിട്ടീന് നന്ദി, ഇള്ളിനെ സക്കാത്ത് കൊടുക്കുക, ഇള്ളിന് അള്ള തന്ന സമ്പത്തിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എന്താ പറയുക? ആരെങ്കിലും നന്ദി ചെയ്താൽ അവൻ ചെയ്ത നന്ദി അവനോട് തന്നെ. ഒരു നന്ദിയും വെറുതെ ആവൂല, ഒരു ശുക്റും നന്ദി ആവൂല, ഒരു അൽഹംദുലില്ലാ എന്നുള്ളത് വെറുതെ ആവൂല എന്നാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും. അള്ള ആരോഗ്യം തന്നിട്ട് സുഹൃത്തുക്കളെ രാവിലെ നീച്ച് പള്ളിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യത്തിന് ഒരു ബർക്കത്ത് അള്ള തരാതിരിക്കും. രാവിലെ എഴുന്നേറ്റ് പള്ളിക്കൊക്കെ പോകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിട്ട് പള്ളിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യത്തിന് അള്ള നിലനിർത്തി തരും. ശരി, നേരം വെളുത്തിട്ട് അങ്ങനെ നല്ല ആരോഗ്യം ഉണ്ടായിട്ടും 8 മണി വരെ കിടന്നുറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നീക്കുമ്പോൾ കാല് നിലത്തേക്ക് വെക്കാൻ പറ്റൂലേ. ചിലപ്പോൾ മുഖം ഒരു ഭാഗത്തേക്ക് കൂടി പോയിട്ടുണ്ടായിരിക്കും. ആരോഗ്യം നിലനിൽക്കുന്നത് അള്ളാഹ്ക്ക് നന്ദി ചെയ്യുമ്പോഴാണ്. പണമുള്ളത് അള്ളാഹ്ക്കിന്റെ ഭാഗത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ്. എപ്പോഴാണ് അള്ളാഹു പിൻവലിക്കുക എന്നറിയാൻ പറ്റില്ല. അഞ്ചാമത്തെ പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറുമാണ്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇസ്തിഗ്ഫാർ എന്നുള്ള പാപം പുറത്ത് കിട്ടാൻ മാത്രം നല്ല സുഹൃത്തുക്കൾ. വെറുതെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുറേ ഗുണമുണ്ട്. അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും, വലിയ അനുഗ്രഹങ്ങൾ തരും. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മടങ്ങുക. മനുഷ്യന്മാരല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആത്മാർത്ഥമായി മടങ്ങുക, എന്നിട്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. അങ്ങനെ ഖേദിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? അനുഗ്രഹം. വഅനിസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി. കൃത്യമായിട്ട് അള്ള പറഞ്ഞ കാര്യമാണ്, അതിലൊരു സംശയവും വേണ്ട കാര്യമില്ല. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി പശ്ചാത്തപിക്കും. യുമത്തിഉകും മതാഅൻ ഹസന, നിങ്ങൾക്ക് നല്ല ഭൗതിക വിഭവങ്ങൾ, നല്ല സുഖം അള്ള തരുന്നു. ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല സൗകര്യങ്ങൾ കൊടുക്കും. പിന്നെന്താ? കുടുംബ ബന്ധങ്ങൾ പാലിക്കുക. പനിയൊക്കെ നോക്കുക. ബന്ധങ്ങളിലൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ അറിയും, ഓർക്ക് നമ്മളെ കൊണ്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ രോഗസന്ദർഭങ്ങളിൽ ആശ്വസിപ്പിക്കുക. നമ്മൾ കുടുംബത്തിലുണ്ടെന്നത് കുടുംബത്തിലൊരു തണലാവണം. എല്ലാവരും മുതലാളിമാരൊന്നും ആവണ്ട. ഏതെങ്കിലുമൊക്കെ വായ്പ എടുക്കാൻ വേണ്ടി വന്നാൽ 10 രൂപ കൊടുക്കാൻ പറ്റിയ ഒരാളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് കുടുംബങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ധൈര്യമാണ്. സ്വന്തം അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കടക്കുന്ന സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടാവും. അല്ല കുടുങ്ങിയുണ്ടല്ലോ, നമ്മൾ ഇതിലൊക്കെ ചോദിച്ചാൽ അവൻ തരും എന്നൊരു വിശ്വാസം തന്നെ വലിയ വിശ്വാസമാണ്. സിലത്തുർ റഹ്മ, കുടുംബ ബന്ധം. റിസ്ക് വിശാലമാകാൻ ആഗ്രഹിക്കുന്നവൻ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റും കൂടി നടത്തട്ടെ. നല്ല സുഹൃത്തുക്കൾ, അത് നടത്തിക്കോളൂ.
റിസ്ക് വിശാലമാകാൻ ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യണം? ആയുസ് നീട്ടിക്കിട്ടാൻ ഉദ്ദേശിക്കുന്നവൻ ഫലിയസിൽ റഹിമു, അവന്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മറ്റൊരു കാര്യം, ഏഴാമത്തൊരു കാര്യം പറഞ്ഞത് അൽ ഇൻഫാഖു ഫീ സബീൽ, എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. സംഖ്യന്റെ വലിപ്പം നോക്കേണ്ട സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു സംഗതി നമ്മളെ മുന്നിൽ വരുമ്പോൾ ഉള്ള വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക. സംഭാവന കൊടുക്കാൻ മാത്രമല്ല, വരുമാനമൊന്നും എനിക്കില്ലല്ലോ എന്നൊരു വാചകം പിശാച് പലരുടെയും മനസ്സിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സംഭാവന കൊടുക്കാനായിട്ടൊരു വരുമാനമുണ്ടോ സുഹൃത്തുക്കളെ? കയ്യിൽ 10 റുപ്യ ഉള്ള വെച്ചാൽ 500 റുപ്യ കൊടുക്കുക എന്നുള്ളതാണ്. അത് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആകുമ്പോൾ വലിയ സമ്പന്നന്മാർ കോടികൾ കൊടുക്കുന്നതിനേക്കാളും ഒരു ദീനാറിന് വില ഉണ്ടാകും. ആ സമ്പത്ത് ചെലവഴിക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു, അമാ തഖ്ശ അൻ തറാ ലഹു ബുഖാരൻ ഫി നാരി ജഹന്നം, എന്തോ കുറച്ച് സാധനം കൈ കണ്ടപ്പോൾ പറഞ്ഞാണ്, നരകത്തിന്റെ ആ പുക നീ ഭയപ്പെടുന്നില്ലേ ബിലാലെ? അംഫിക് ബിലാൽ, ബിലാലെ കൊടുത്തോ, ചെലവഴിച്ചോ. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, ആ സിംഹാസത്തിന്റെ ഉടമസ്ഥനായ പടച്ചോൻ നിനക്കൊരു കുറവും വരുത്തൂല, ധൈര്യമായിട്ട് കൊടുത്തോന്നു. സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും, സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും. നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ചെലവഴിക്കുമ്പോഴാണ് ആ സമ്പത്ത് നമുക്ക് നിലനിന്ന് കിട്ടുക എന്നാണ്. അതേമാതിരി പഠിക്കുന്ന കുട്ടികൾക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ആൾക്കാർ വന്നല്ലോ, 2 സഹോദരന്മാരാണ്. അപ്പോൾ ഒരാൾ പണിക്കും, വേറൊരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എന്ത് ചെയ്യും? ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനെ വന്നപ്പോൾ അവസാനം ഈ എന്നും ജോലിക്ക് പോകുന്ന ആള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, എന്ത് ഇവനിങ്ങനെ ജോലിക്ക് ഇവൻ ഇവിടെ പഠിക്കാനിരിക്കും, ഞാൻ എപ്പോഴും ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ കൊണ്ടാണ് നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സ്ഥാപനങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ, ദീനിന്റെ ആളുകൾ, ദീനിന് പഠിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ നമ്മൾ സഹായം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതുകൊണ്ട് പല ഗുണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ ഹദീസിന്റെ സാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നല്ല ദീന് പഠിക്കുന്ന ആളുകൾക്ക് അതിന് സഹായം. ലഅല്ലക തുർസഖു ബിഹി, അവനെ കൊണ്ട് നിനക്ക് റിസ്ക് നൽകപ്പെട്ടേക്കാം എന്നാണ് ഇമാം മുസ്ലിമിന്റെ ഷർത്ത് പ്രകാരം വന്നിട്ടുള്ള ഒരു ഹദീസ് വന്നത്. പിന്നെ 9ാമത്തൊരു കാര്യം, നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ വിൽക്കാണ്ട് ഇവിടെ വിൽക്കാണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. ദരിദ്രനാകാനും സമ്പന്നത നഷ്ടപ്പെട്ടു പോകാനൊന്നും സുഹൃത്തുക്കളെ വലിയ കാരണങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാരണങ്ങൾ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അശക്തിയിൽ നിന്നും അതേപോലെ തന്നെ മടിയിൽ നിന്നും, വൽ ബുഖ്ലി വൽ ഹറം, വാർദ്ധക്യത്തിൽ നിന്നും പിശുക്കിൽ നിന്നും, വഅദാബിൽ ഖബർ ശിക്ഷയിൽ നിന്നും. അങ്ങനെ ദാരിദ്ര്യത്തിന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹുവോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ദീനിന്റെ നിയമങ്ങളെ ശരിയായി ഉൾക്കൊണ്ടാൽ നമ്മൾ ആലോചിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട്. ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയന്നും കഷ്ടപ്പാടിനെ കുറിച്ച് ഭയന്നും കച്ചവടങ്ങൾ പരാജയപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാ ദർഗകളിലേക്കും മഖാമുകളിലേക്കും എല്ലാ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും നേർച്ച കൊടുക്കുന്നവരും ബലി കൊടുക്കുന്നവരും സിയാറത്തിന് പോകുന്നവരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല സുഹൃത്തുക്കൾ.